പാട്ട് 22. എന്താ മമ്മ ഇത്? ഞാനിവിടെ ആപ്പിയല്ലേ? നീ കള്ളം പറയണ്ട മോളെ. കല്യാണം കഴിഞ്ഞ അയച്ചതല്ല മോളെ അമ്മ ഈ ചോദ്യം ചോദിക്കുന്നേ. ഡിവോഴ്സ് കഴിഞ്ഞത് വരെയുള്ള ഈ താമസത്തിൽ എൻ്റെ മോളുടെ അവസ്ഥ ഈ മമ്മക്കറിയാം മോളെ. മമ്മേ, എല്ലാവർക്കും നന്നാവാൻ ഒരവസരം എല്ലാവരും നൽകും. എന്നിട്ടും അതേപോലെയാണ് അവസ്ഥ എങ്കിൽ പിന്നെ വെറുതെ അവസരം കൊടുത്ത് നമ്മുടെ ദിവസം കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മമ്മ സങ്കടപ്പെടാതെ, എനിക്കിവിടെ ഒരു കുഴപ്പവുമില്ല. എൻ്റെ മോൾ അവിടെ നന്നായിരുന്നാൽ മതി. എൻ്റെ മോളെ കാണാൻ മമ്മ ഒരു ദിവസം വരാം കേട്ടോ. ആ ഓക്കെ, ഞാനൊന്ന് കിടക്കട്ടെ, നല്ല ഉറക്കം വരുന്നു. അവൾ അതും പറഞ്ഞ് ഫോൺ വെച്ചു. കിടക്കയിൽ കിടന്ന് കറങ്ങുന്ന ഫാൻ നോക്കി കിടന്നു. യേശുവിന് എന്താ പ്രശ്നം? എന്നെ മനസ്സിലാക്കാത്ത പ്രശ്നമാണോ, അതോ സ്നേഹിക്കാത്ത പ്രശ്നമോ? ഇതൊന്നുമല്ല. ഒരു ജീവിതം തുടങ്ങാലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചാടിക്കേറി മറുപടി കൊടുത്തതാണോ പ്രശ്നം? അവൾക്ക് നല്ല സങ്കടമുണ്ടായിരുന്നു. അവൾ കണ്ണുകളും നിറഞ്ഞിരുന്നു. ഓഫീസിൽ ചില വർക്ക് കാരണം യേശു വൈകിയാണ് ഫ്ലാറ്റിലെത്തുന്നത്. ഫ്ലാറ്റ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഇരുട്ടായിരുന്നു. അവൻ ഹാളിൽ ലൈറ്റ് ഓൺ ചെയ്തു. രാവിലെ ഹാളിൽ മേശമേൽ കഴിക്കാൻ കൊണ്ടുവന്ന പാത്രങ്ങൾ വരെ അതേപോലെയുണ്ട്. അവൻ മുറിയിൽ പോയി ലൈറ്റിട്ട് നോക്കുമ്പോൾ കിടക്കയുടെ ഓരോരത്തായി അവൾ പുതച്ച് കിടപ്പുണ്ട്. അവൻ പതിയെ അവളുടെ അടുത്തേക്ക് വന്നു. അവളുടെ മുഖം മറച്ചുകൊണ്ട് നിൽക്കുന്ന മുടികളെല്ലാം അവൻ പതിയെ നീക്കി വെച്ചു. കുറച്ചു നേരം അവളെ അങ്ങനെ നോക്കി നിന്നു. അവളുടെ കവിളിൽ ഒന്ന് ചുംബിച്ച ശേഷം അവൻ കുടിക്കാൻ വേണ്ടി കയറിയതും അവൾ കണ്ണുകൾ തുറന്നു. ഔ, എന്താ സ്നേഹം! തേനും പാലും ഒഴുകുവാണല്ലോ. അവൾ അതും പറഞ്ഞ് പിറുപിറുത്തുകൊണ്ട് ദേഷ്യത്തിൽ അവിടെ കിടന്നു. അവൻ കുളിയും കഴിഞ്ഞ് ഇറങ്ങിയതും അവൾ വീണ്ടും കണ്ണുകൾ അടച്ചു കിടന്നു. അവൻ അവളുടെ അടുത്തേക്ക് വന്ന് കിടന്നു. പതിയെ അവളുടെ പുറകിലൂടെ കെട്ടിപ്പിടിച്ചു. അവന്റെ മുഖം അവളുടെ കഴുത്തിൽ വെച്ച് കിടന്നതും അവളൊന്ന് പിടഞ്ഞു. നീ ഉറങ്ങിയിട്ടില്ലെന്ന് എനിക്കറിയാം. യേശു അവളുടെ ചെവിയോരം അത് പറഞ്ഞതും അവൾ പെട്ടെന്ന് അവനെ തള്ളിക്കൊണ്ട് എണീറ്റിരുന്നു. ദേഷ്യത്തിൽ അവനെ ഒന്ന് നോക്കി അവൾ കൈ കെട്ടി. നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കാതെ ഞാനിന്ന് എത്ര നേരം വിളിച്ചു. നീ ഒന്ന് ഫോൺ എടുത്തോ? മനുഷ്യനവിടെ തീ തിന്നുവായിരുന്നു. ആ, കുറച്ച് മണ്ണെണ്ണയും ഒഴിച്ച് ആളി കത്തിക്കാമായിരുന്നല്ലോ. ഞാൻ കാര്യം പറയുമ്പോൾ നീ തമാശ പറയാതെ. പിന്നെ ഞാൻ എന്ത് വേണം? നിങ്ങളെ വിശ്വസിച്ചതാണ് എൻ്റെ തെറ്റ്. നിങ്ങൾ ഒരു നല്ല വാക്ക് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു പോയി, അറിയാതെ സ്നേഹിച്ചു പോയി. അതെല്ലാം എൻ്റെ തെറ്റ്. ഇല്ലെങ്കിലും അതെല്ലാം എൻ്റെ തെറ്റാണല്ലോ. എത്ര വേദനിപ്പിച്ചിരുന്നെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞേക്ക് ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, വിശ്വസിച്ചു. അതോ അറിയാമ, ഇതിന് മാത്രം ഞാനിപ്പോ എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? നിങ്ങളുടെ വീട്ടുകാരുടെ മുമ്പിൽ നിങ്ങൾക്ക് എന്നെ ചേർത്ത് പിടിക്കാൻ കഴിയില്ല യേശു. നിങ്ങളുടെ വീട്ടുകാരെ പറഞ്ഞ നിങ്ങളുടെ സ്വഭാവം മാറുമെന്ന് എനിക്ക് നന്നായി അറിയാം. എന്നെ വെറുതെ വിട്ടേക്ക്. വെറുതെ കുറേ ആശ തന്ന് വീണ്ടും നിങ്ങൾ എന്നെ കണ്ണീരിലേക്ക് തള്ളിയിടില്ല എന്ന ഉറപ്പ് എനിക്കില്ല. നിങ്ങളുടെ വീട്ടുകാരെ ചേർത്ത് പിടിക്ക്, എന്നെ വിട്ടേക്ക്. അതാണ് നിങ്ങൾക്ക് നല്ലത്. അവൾ അതും പറഞ്ഞ് ദേഷ്യത്തിൽ കിടക്കയിൽ നിന്നും ഇറങ്ങി. അപ്പോഴേക്കും അവൻ അവളുടെ കൈ പിടിച്ചിരുന്നു. മറിയാമ്മ, ഞാൻ പറയുന്നത് നീ ഒന്ന് ആദ്യം കേൾക്ക്. വേണ്ട, എനിക്കൊന്നും കേൾക്കേണ്ട. എനിക്ക് ഇനിയും നിങ്ങളെ വിശ്വസിച്ച് എൻ്റെ ജീവിതം ഒന്നുമല്ലാതെ ഇങ്ങനെ കണ്ണീരിലാക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ നിങ്ങൾക്ക് ഒരവസരം തന്നു, ഇനി എനിക്ക് വയ്യ. ഇങ്ങനെ അവസരം തന്ന് തന്ന് അവസാനം അതിനും ഒരു വിലയും കാണില്ല. അവൾ അതും പറഞ്ഞ് ദേഷ്യത്തിൽ അവൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് ബാത്റൂമിലേക്ക് കയറി. അവൾ ഷവർ ഓൺ ചെയ്ത് അതിലേക്കിരുന്നു. പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ടേയിരുന്നു. യേശു ഇടയ്ക്കിടയ്ക്ക് വന്ന് വാതിൽ മുട്ടുന്നുണ്ട്. അവൾ അതൊന്നും ശ്രദ്ധിക്കുന്നേയില്ലായിരുന്നു. യേശു വിഷമത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവായിരുന്നു പുറത്ത്.
എപ്പോഴോ ഉറക്കം വന്ന അവൻ ആ ബാത്റൂമിന്റെ പുറത്ത് ആ വാതിലിൽ ചാരിയിരുന്ന് അവൻ ഉറങ്ങിയിരുന്നു. ഇടയിൽ വള്ളം കഴിഞ്ഞു. ആ തണുപ്പിൽ അവൾ ഉറങ്ങിയതേയില്ലായിരുന്നു. രാവിലെ എപ്പോഴോ ഉറക്കമുണ്ടെന്ന അവൻ ചുറ്റുമൊന്ന് നോക്കി. എന്തോ ഓർത്ത പോലെ ചാടി എണീറ്റു. മറിയ, നീ കളിക്കലേ, വാതിൽ തുറക്ക്. മറിയ, തുറക്കാൻ. എനിക്ക് പറയാനുള്ളത് നീ ഒന്ന് കേൾക്ക്. നീ എന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ്. നീ ഇങ്ങനെ എന്നെ പരീക്ഷിക്കല്ലേ. അവൻ അത്ര മുട്ടിയിട്ടും അവൾ വാതിൽ തുറക്കുന്നേ ഇല്ലെന്ന് കണ്ട അവൻ ദേഷ്യത്തിൽ വാതിൽ ചവിട്ടി തുറന്നതും അതിൻ്റെ ലോക്ക് പൊട്ടി വാതിൽ തുറന്നു. മറിയാമ്മ ചുമരിൽ ചാരി കിടപ്പുണ്ട്. അവൻ ഓടിപ്പോയി അവളെ തൊട്ട് വിളിച്ചതും അവളുടെ ദേഹമെല്ലാം വിറക്കുമായിരുന്നു. നല്ല ചൂടുമുണ്ടായിരുന്നു അവൾക്ക്. മരിയ, മരിയ. അവൻ അവളെ വിളിച്ചു നോക്കി. അവൾക്ക് ബോധമില്ലെന്ന് കണ്ടതും അവളെ അവൻ കോരിയെടുത്ത് ബെഡിൽ കൊണ്ടുവന്ന് കിടത്തി. നനഞ്ഞ വസ്ത്രം ആയതുകൊണ്ട് തന്നെ അവളുടെ ശരീരം നന്നായി വിറക്കുന്നുണ്ടായിരുന്നു. അവൻ എന്ത് ചെയ്യുമെന്ന പേടിയിൽ അവളെ ഒന്ന് നോക്കി. അവൻ ഫോണെടുത്ത് ഡോക്ടറെ വിളിച്ചു. ശേഷം പെട്ടെന്ന് ഓടി വന്നു. അവളുടെ കൈയും കാലുമെല്ലാം ഒന്ന് ചൂടാക്കി നോക്കി. എന്നിട്ടും ഒരു കുറവും ഇല്ലെന്ന് കണ്ടതും അവളുടെ നനഞ്ഞ ഡ്രസ്സെല്ലാം അവൻ നീക്കം ചെയ്തു. മറ്റൊരു ഡ്രസ്സ് ഇട്ട് കൊടുത്തു. ഒരു കഷ്ണത്തുണിയും നനച്ച് നെറ്റിയിൽ ഇട്ട് കൊടുത്തു. എന്ത് പണിയാ മറിയ കാണിച്ച്. അതും പറഞ്ഞ് അവൻ ടെൻഷനോടെ കയ്യിൽ അവൻ്റെ കയ്യിലിട്ട് ചൂടാക്കിക്കൊണ്ടേയിരുന്നു. കോളിംഗ് ബെല്ല് കേട്ടതും ഓടിപ്പോയി വാതിൽ തുറന്നു കൊടുത്തു. ഡോക്ടറിൻ്റെ പരിശോധനയ്ക്ക് ശേഷം പേടിക്കാനൊന്നുമില്ല, 2 ദിവസം നല്ല റെസ്റ്റ് എടുക്കട്ടെ, 2 ദിവസം തല നനയ്ക്കാതെ കുളിക്കട്ടെ, അതാ നല്ലത്. മരുന്ന് ഇതിലുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതും പറഞ്ഞ് അവൾക്ക് ഒരു സൂചിയും കൊടുത്ത് ഡോക്ടർ പോയി. അവൻ അവളുടെ അടുത്ത് വന്നിരുന്നു. അവളുടെ തലയിൽ തലോടി അവളെ നോക്കി അങ്ങനെ ഇരുന്നു. അവൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. എപ്പോഴോ കണ്ണുകൾ തുറന്ന മറിയാമ്മ കാണുന്നത് അവളുടെ അടുത്ത് തന്നെ ചുമരിൽ ചാരിയിരുന്ന് ഉറങ്ങുന്ന യേശുവിനെയായിരുന്നു. അത് കണ്ടതും അവൾ അവനെയൊന്ന് നോക്കി. എണീക്കാൻ അവൾക്ക് ആവുന്നേയില്ലായിരുന്നു. തലയ്ക്ക് നല്ല വേദനയും ഉണ്ടായിരുന്നു. അവൾ ആ വേദനയോടെ തലയിലൊന്ന് തൊടുമ്പോഴാണ് ആ വെള്ള കഷ്ണത്തുണി അവളുടെ കയ്യിൽ തടയുന്നത്. അത് ഒന്ന് നോക്കി അവൾ അവനെ നോക്കി. അപ്പോഴാണ് ഇന്നലത്തെ കാര്യമെല്ലാം അവൾക്ക് ഓർമ്മ വരുന്നത്. അവൾ അത് കണ്ട് അവളെ ഒന്ന് നോക്കി. ആ മറിയാമ്മയുടെ ശബ്ദം കേട്ടാണ് യേശു ഞെട്ടിച്ചാടി എണീക്കുന്നത്. എന്താ, എന്തിനാ ശബ്ദമുണ്ടാക്കിയേ? നിനക്ക് വേദനിക്കുന്നുണ്ടോ? അവൻ ആദ്യം അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ അവൻ്റെ കൈ തട്ടി മാറ്റി. നിങ്ങൾ എന്താ എന്നെ ചെയ്തേ? മറിയാമ്മ, ഞാൻ നിന്നെ എന്താ ചെയ്തത്? എൻ്റെ ഡ്രസ്സ് അതെങ്ങനെ മാറിയേ? നീ എന്താ ചെയ്തേ? ദേഷ്യത്തിൽ അവൻ്റെ കോളറിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. നീ എന്നോടുള്ള വാശിക്ക് ആ വെള്ളം നനഞ്ഞു കിടന്നിട്ട് നിനക്ക് ബോധം പോലുമില്ലാതെ നീ വിറക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തു. എന്തിന്? എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, അവൾ ദേഷ്യത്തിൽ പറഞ്ഞതും. നിനക്കറിയും, അതാണല്ലോ ഞാൻ ഇന്നലെ കണ്ടത്. ഞാൻ പറയാൻ പോകുന്നത് ഒന്ന് കേൾക്കാനുള്ള മനസ്സ് നീ കാണിച്ചോ? ഇല്ല. പിന്നെ നീ ഇപ്പോൾ പറഞ്ഞു തരും, ഞാൻ നിന്റെ ഭർത്താവാണ്, ഞാനും ഒരു മനുഷ്യനാണ്, അത് നീ മറക്കരുത്. അതും പറഞ്ഞ് അവൻ ദേഷ്യത്തിൽ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അത് കേട്ടതും അവളൊന്ന് സൈലൻ്റായി. അവൻ പോകുന്നതും നോക്കി മിണ്ടാതെ അവിടെ കിടന്നു. ഇന്നലെ എനിക്കിതെന്താ പറ്റിയത്? വേണ്ടായിരുന്നു. അവൾ അതും ആലോചിച്ച് ഇരിക്കുമ്പോഴാണ് അവൻ മുറിയിലേക്ക് വരുന്നത്. അവനെ കണ്ടതും അവളൊന്ന് തലതിരിച്ചു. അവനത് കണ്ടിട്ടും അവളുടെ അടുത്തേക്ക് വന്നു. ഇത് കുടിക്ക്. അവൻ നീട്ടിയ ഗ്ലാസ്സിലേക്ക് ഒന്ന് നോക്കി. അവൾ മുഖം ചുളിച്ചു. ഇത് ചുക്ക് കാപ്പിയാണ്, ഇത് കുടിക്ക്. അവൻ ഗൗരവത്തിലായിരുന്നു പറഞ്ഞത്. അവൾ അവനെ ഒന്ന് നോക്കി അത് വാങ്ങി. അത് കുടിക്കുമ്പോഴും അവൾ ഇടയ്ക്കിടയ്ക്ക് അവനെ നോക്കുന്നുണ്ട്. അവനാണെങ്കിൽ ഗൗരവത്തിൽ തന്നെയാണ് നിൽപ്പ്. ഇതിലുണ്ട് മരുന്ന്, കുടിക്കണം. ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിച്ചോണം. ഞാനിന്ന് ലീവ് എടുത്ത് നിൽക്കാൻ വിചാരിച്ചതാ. നിനക്കതൊന്നും പറ്റില്ലല്ലോ. ഞാൻ ഓഫീസിലേക്ക് പോകുക, എന്താ വെച്ചാൽ കാണിക്ക്.
അതും പറഞ്ഞ് യേശു ഡ്രസ്സ് മാറ്റി ഇറങ്ങി. അവൾ ഒന്നും മിണ്ടാതെ അത് നോക്കി നിന്നു. പെട്ടെന്ന് അവൻ അവളുടെ അടുത്തേക്ക് വന്നു. അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ച് ഇറങ്ങിപ്പോയി. അത് കണ്ട് അവൾ വാ തുറന്ന് നോക്കുന്നുണ്ട്. വാതിൽ ലോക്ക് ചെയ്യുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി അവൻ പോയെന്ന്. ഓ, ഞാനിപ്പോൾ തനിച്ചായില്ലേ. അതും ആലോചിച്ച് അവൾ വീണ്ടും കിടക്കയിലേക്ക് കിടന്നു. ശരിക്കും ഇന്നലെ എന്തായിരിക്കും പറയാമെന്നത് ഒന്ന് കേൾക്കാമായിരുന്നു. അപ്പോഴത്തെ ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞു. അതും ആലോചിച്ച് അവൾ കിടന്ന് അവളും ഒന്ന് മയങ്ങിപ്പോയിരുന്നു. എപ്പോഴോ കണ്ണു തുറക്കുമ്പോൾ പനിയും ക്ഷീണവും എല്ലാം പോയിരുന്നു. അവളൊന്ന് പോയി ഫ്രഷായി വരുമ്പോഴാണ് അവളുടെ ഫോൺ അടിക്കുന്നത്. ഹിതാര, അറിയാത്ത നമ്പറിൽ നിന്നും. അതും ആലോചിച്ച് അവൾ ഫോൺ എടുത്തു. ഹലോ. ഹലോ, ഇത് എവയല്ലേ? യേശുയാഷിൻ്റെ വൈഫ് അല്ലേ? അദ്ദേഹത്തിന് ഒരു ആക്സിഡൻറ്റ്, പെട്ടെന്ന് വരാമോ? എന്ത്? അത് കേട്ടതും എവ ഞെട്ടിപ്പോയി. അയ്യോ, എവിടെയാ? അവളുടെ കണ്ണുകളെല്ലാം നിറഞ്ഞിരുന്നു. സിറ്റി ഹോസ്പിറ്റലിലാണ്, പെട്ടെന്ന് വായോ. അതും പറഞ്ഞ് ആ ഫോൺ കട്ടായി. എന്താ ഇപ്പൊ ചെയ്യാ? അവൾ ആകെ പേടിച്ചു പോയിരുന്നു. അവൾ ധൃതിയിലിറങ്ങി. വീടും പൊട്ടി അവൾ പെട്ടെന്ന് അവിടെ നിന്നും ഇറങ്ങി ഓടുന്നത് അപ്പുറത്തെ മുറിയിലെ ഡേവിഡ് കണ്ട് പുച്ഛിച്ചു ചിരിച്ചു. തുടരും.